തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വീണ്ടും ഒരു വൻ പോരിന് വഴി തുറന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി വിജയുടെ പുതിയ പ്രഖ്യാപനം. സംസ്ഥാനത്തെ 234 MLA-മാർക്കും സൗജന്യമായി കാറുകൾ നൽകുമെന്ന വിജയുടെ പ്രഖ്യാപനമാണ് ഇപ്പോൾ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. എന്നാൽ സർക്കാരിന്റെ ഈ വാഗ്ദാനം പൂർണ്ണമായും നിരസിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനും DMK-യും രംഗത്തെത്തിയിരിക്കുകയാണ്. DMK-യുടെ 59 MLA-മാരും സർക്കാർ നൽകുന്ന സൗജന്യ കാർ സ്വീകരിക്കില്ല എന്നാണ് ഉദയനിധി സ്റ്റാലിൻ വ്യക്തമാക്കിയത്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയും സാമ്പത്തിക ബാധ്യതകളിലൂടെയും കടന്നുപോകുമ്പോൾ ഭരണാധികാരികളുടെ ഭാഗത്തുനിന്ന് ഇത്തരം അനാവശ്യ ചെലവുകൾ പാടില്ലെന്നാണ് DMK-യുടെ നിലപാട്. അധികാരമേറ്റ നാൾ മുതൽ സംസ്ഥാനത്തിന്റെ കടബാധ്യതയെക്കുറിച്ച് ആവർത്തിച്ചു പറയുന്ന TVK സർക്കാർ ഇപ്പോൾ ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് MLA-മാർക്ക് സൗജന്യ കാറുകൾ പ്രഖ്യാപിക്കുന്നത് വൈരുദ്ധ്യമാണെന്ന് ഉദയനിധി സ്റ്റാലിൻ ആരോപിക്കുന്നു. സൗജന്യമായി കാർ നൽകുന്നതിനൊപ്പം അതിന്റെ പരിപാലനത്തിനും ഡ്രൈവർക്കും ഇന്ധനത്തിനുമായി പ്രതിമാസം 75,000 രൂപ വീതം അലവൻസ് നൽകുവാനും വിജയ് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതാണ് പ്രതിപക്ഷത്തെ കൂടുതൽ ചൊടിപ്പിച്ചത്. ആർക്കൊക്കെ കാർ വേണമെന്ന കാര്യത്തിൽ അർഹത പരിശോധിക്കണമെന്നാണ് DMK-യുടെ ആവശ്യം. MLA-മാരുടെ തിരഞ്ഞെടുപ്പ് സത്യവാങ്മൂലം പരിശോധിച്ച ശേഷം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് മാത്രം വാഹനം നൽകുന്നതാണ് ഉചിതമെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ പ്രതിപക്ഷത്തിന്റെ ഈ ആരോപണങ്ങൾക്ക് ശക്തമായ മറുപടിയുമായി TVK സർക്കാരും മന്ത്രി ആദവ അർജുനയും രംഗത്തെത്തി. എല്ലാ നിയമസഭാംഗങ്ങളെയും സമന്മാരായി കാണാനാണ് മുഖ്യമന്ത്രി വിജയ് ശ്രമിച്ചതെന്ന് മന്ത്രി വ്യക്തമാക്കി. ജനപ്രതിനിധികൾക്ക് തങ്ങളുടെ മണ്ഡലങ്ങളിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ വാഹനം ഒരു ആഡംബരമല്ല, മറിച്ച് അത്യന്താപേക്ഷിതമായ ആവശ്യമാണെന്നാണ് സർക്കാരിന്റെ വാദം. പ്രത്യേകിച്ച് ഇടതു പാർട്ടികളിലെ മറ്റ് ചെറു പാർട്ടികളിലെയും പല MLA-മാർക്കും സ്വന്തമായി വീടോ കാറോ ഇല്ല. അത്തരം ജനപ്രതിനിധികളെ സഹായിക്കുക കൂടിയാണ് സർക്കാരിന്റെ ലക്ഷ്യം. അതേസമയം നിലവിൽ സ്വന്തമായി കാറുള്ളവർക്ക് സർക്കാർ വാഹനത്തിനായി അപേക്ഷിക്കേണ്ടതില്ല എന്ന നിബന്ധനയും TVK മുന്നോട്ട് വെക്കുന്നുണ്ട്. സർക്കാർ തീരുമാനത്തെ ന്യായീകരിക്കുന്നതിനൊപ്പം പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെതിരെ വ്യക്തിപരമായ വിമർശനങ്ങളും TVK ഉയർത്തുന്നുണ്ട്. സ്വന്തമായി 3 ബംഗ്ലാവുകൾ ഉണ്ടായിട്ടും ഉദയനിധി എന്തിനാണ് സർക്കാർ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നത് എന്ന ചോദ്യമാണ് മന്ത്രി ആദവ അർജുന ഉന്നയിച്ചത്. സൗജന്യ കാർ പ്രഖ്യാപനവും അതേ തുടർന്നുള്ള വാഗ്വാദങ്ങളും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ TVK-യും DMK-യും തമ്മിലുള്ള പോരാട്ടം വരും ദിവസങ്ങളിൽ കൂടുതൽ രൂക്ഷമാകുമെന്ന സൂചനയാണ് നൽകുന്നത്.